ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി രാജ്മ കറിയാണ്. കിഡ്നി ബീൻസാണ് രാജ്മ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് രാജ്മയാണ് എടുത്തിട്ടുള്ളത്. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലെ വെള്ളമെല്ലാം നല്ലോണം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുക്കറിലിടാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഇത് മുങ്ങാൻ മാത്രമുള്ള വെള്ളം ചേർക്കാം. ഇപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതൊന്ന് കയ്യിലെടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് ഇത് പൊടിയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് വെന്തിട്ടുണ്ടെന്ന്. രാജ്മ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി അരച്ചത് 3 തക്കാളി അരച്ചതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ജീരകം പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതി. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ജീരകമാണ് ഇട്ടിട്ടുള്ളത്. ഈ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റണം. ഒരു 2-3 മിനിറ്റ് നമുക്കിത് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയാൽ മാത്രമേ ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടി ചേർക്കാം. ഇതെപ്പോഴും ചതച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത്. ഏറ്റവും മുറിച്ചിടുന്നതിനേക്കാളും ഇങ്ങനെ ചതച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇതും ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇതും നന്നായിട്ട് പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റണം. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരച്ചത് ചേർക്കാം. ഞാൻ 3 തക്കാളിയാണ് അരച്ചിട്ടുള്ളത്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. 2-3 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. തക്കാളി നന്നായിട്ട് വെന്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതുവരെ വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രം തുറക്കാം. എന്നിട്ട് തക്കാളി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി
ഇതിലേക്ക് ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ജീരകം പൊടിച്ചത് 1/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മ ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. എപ്പോഴും തിക്ക് ഗ്രേവി ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് തിളച്ച വെള്ളം ആഡ് ചെയ്താൽ മതി. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി രാജ്മ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.